തിരുവനന്തപുരം പേരോക്കടയ്ക്ക് സമീപം മണികണ്ഠേശ്വരം പാലം കഴിഞ്ഞ് നമ്മൾ വീണ്ടും കുറച്ചുകൂടെ നെട്ടയം റൂട്ടിലേക്ക് വരുമ്പോൾ ബസ് റൂട്ട് ഫ്രണ്ടേജിലാണ് നമുക്കിവിടെ ഒരു കൊട്ടാരം കണക്കൊരു വീട് വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ. സ്വന്തം ആവശ്യത്തിന് വേണ്ടി അവർ തന്നെ നിർമ്മിച്ചൊരു വീടാണ്. വീടിന് ഏകദേശം 5 വർഷം മാത്രമേ പഴക്കമുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പഴക്കമൊന്നും തോന്നത്തില്ല. കാരണം അതിൻ്റെ ഫുള്ളായിട്ടുള്ള കംപ്ലീഷൻ ഏകദേശം 2024 ഫിനിഷ് ചെയ്തത്. പൂർണ്ണമായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച 15 സെൻറ്റിനകത്ത് വരുന്ന സ്ഥലത്ത് 3200 സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു വീടാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. നമുക്കിതാ ഈ ഒരു ബസ് റൂട്ട് ഫ്രണ്ടേജിൽ നിന്നാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ. ഈ ഗേറ്റ് എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. വീടിന് ചുറ്റും അത്യാവശ്യം നല്ല രീതിയിൽ സ്ഥലം വേണം, ഇതുപോലെ ഫലവൃക്ഷങ്ങളൊക്കെ വേണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രോപ്പർട്ടി ഒന്ന് കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും. നമ്മുടെ ഈ 2 വശങ്ങളിലും ഇതുപോലെ ഒത്തിരിയധികം ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, തെങ്ങ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. നമ്മുടെ ഈ പാത്തുവെല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. നേരെ വരുമ്പോഴത്തേക്കും നല്ല ഗ്രാൻഡായിട്ടുള്ള 3200 സ്ക്വയർ ഫീറ്റിൽ വരുന്ന വലിയൊരു വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ്. നല്ലൊരു പ്രൈസാണ് ഈ പ്രോപ്പർട്ടി കോട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രൈസിങ്ങിനെ പറ്റി പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ വീട് നിർമ്മിച്ച സമയത്ത് ഇതിൻ്റെ ഇഷ്ടിക വന്നിട്ട് ഫുള്ളായിട്ട് ആസാദിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതായത് പരവൂരിൽ നിന്നാണ് നമുക്കിതിലേക്കുള്ള ഇഷ്ടിക എടുത്തിട്ടുള്ളത് കേട്ടോ. അന്ന് നമുക്കിതിൻ്റെ കോസ്റ്റ് കമ്പാരിസൺ വരുമ്പോൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ആ സമയത്ത് ഇഷ്ടികയുടെ വില ഒരു കട്ടയ്ക്ക് ഏകദേശം 6.25 രൂപയായിരുന്നു. ഇവരെടുത്ത ഇതിൽ വരുമ്പോഴത്തേക്കും ഇഷ്ടികയ്ക്ക് റേറ്റ് വരുന്നത് ഒരു കട്ടയ്ക്ക് ഏകദേശം 15 രൂപേനടുത്തുള്ള കോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള ക്വാളിറ്റിയിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. എന്തായാലും വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം, അതിനുശേഷം ഇതിൻ്റെ വിലയും കാര്യങ്ങളും പറഞ്ഞുതരാം. നമ്മുടെ മുൻവശത്ത് ഒരു 2 കാർ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ വലിയൊരു കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. മുൻവശത്ത് ഇങ്ങനെ ഒരു വരാന്ത സ്പേസ് ഉള്ളിൽ പോകും. നമുക്കിതിനകത്തുള്ള തടിപ്പണികളെല്ലാം ചെയ്തിട്ടുള്ള തേക്കുന്നടിയിലാണ്. വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. കയറി വരുമ്പോഴത്തേക്കും നമുക്കിതാ ഈ ഭാഗത്തായിട്ട് ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗ്രാൻഡായിട്ടിരിക്കാം. ഇവിടെ നല്ല രസമുള്ള ഫാൻസി ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഡബിൾ ഹൈറ്റിനാണ് ഇങ്ങനെ ഒരു വിൻഡോ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ പ്രകാശം ഉള്ളിലേക്ക് വരും. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ലിവിങ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു പാർട്ടീഷനും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ലിവിങ് സ്പേസ് വരും. TV യൂണിറ്റ് ഇവിടെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെ നേരെ വരുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഇത്രയും ഗ്രാൻഡായിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസാണ് വരുന്നത്. നമ്മുടെ വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുള്ളത് പുറത്തേക്കൊരു പാറ്റിയോ ചെയ്ത് അവിടേക്കാണ് വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുള്ളത്. എത്ര രസമായിട്ടാണ് ആ വീട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതെന്ന് നോക്കിയേ. നമ്മുടെ കിച്ചൺ വരുന്നത് ഇതുപോലെ ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചണാണ്. ഇവിടെ തന്നെ ഡബിൾ ഇതുപോലെ 2 തട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് ഫുഡ് എടുത്ത് അങ്ങോട്ടേക്ക് ഈസിലി സെർവ് ചെയ്യാം. മോഡുലാർ കിച്ചൻ്റെ വർക്ക് പൂർണ്ണമായിട്ടും ചെയ്തിട്ടുണ്ട്. പുത്തൻ കണ്ടീഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം തന്നെ ഏറ്റവും പ്രീമിയം ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമ്മുടെ വർക്ക് ഏരിയ വരും. ഇവിടെ നിന്ന് പിൻവശത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബാക്ക് യാർഡ് ഇവിടെ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റോർ റൂമൊക്കെ ചെയ്തിട്ടുണ്ടേ. ഇവിടെ നോക്കിയേ, ഇനി ഒരു അടുക്കള തോട്ടം ചെയ്യണോ അതിനുള്ള സ്ഥലവും നമ്മുടെ വീടിൻ്റെ പിൻവശത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ചുറ്റുവട്ടം നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂംസ് ആണ് വരുന്നത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഇതിനകത്ത് കബോർഡ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. AC സ്ഥാപിച്ചിട്ടുണ്ട്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് എല്ലാം തന്നെ ഏറ്റവും പ്രീമിയം മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ജാഗ്വാർ, സിംബോളോ തുടങ്ങിയ പ്രീമിയം ബ്രാൻഡ്സ് ആണ് നമുക്കിതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നിന്ന് നമ്മുടെ അടുത്തൊരു ബെഡ്റൂമിലേക്ക് എൻട്രി വരും. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂം തന്നെയാണ്. ഇതിനകത്ത് ഫുള്ളായിട്ട് ഈ ഒരു ചുമര് ഫുള്ളായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട്. കട്ടില്, ഡ്രസ്സിംഗ് ടേബിൾ, എല്ലാവിധ സൗകര്യങ്ങളും ഓൾറെഡി സെറ്റാണ്. ഇവിടെ അടക്കം ഒരു സ്റ്റോറേജ് കാണാം. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന പോലെ വലിയൊരു കോമൺ സ്പേസ് ഉണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ഗസ്റ്റ് ഏരിയയിലേക്ക് ഒരു വിസിബിലിറ്റി കിട്ടും കേട്ടോ. ഇത് നമ്മുടെ ഒരു പേഴ്സണൽ ലിവിങ് സ്പേസ് ആണ്. ഇവിടെ ഒരു TV വയ്ക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ 2 ബെഡ്റൂം, അതേ ലേഔട്ട്, അതേ രീതിയിൽ തന്നെ. ഇത് ആദ്യത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. ഈ ഭാഗത്തായിട്ട് അടുത്ത റൂം കാണാം. അതായത് നമ്മൾ താഴെ കണ്ട സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ. ബാത്റൂമിൻ്റെ അറേഞ്ച്മെൻറ്റും എല്ലാം തന്നെ സെയിം ആണ്. ഇതിനകത്ത് AC ഉണ്ട്. നമുക്ക് 3 ബെഡ്റൂമുകളിൽ AC സ്ഥാപിച്ചിട്ടുണ്ട്. ഈ റൂമൊന്നും ശരിക്കും പറഞ്ഞാൽ ആരും യൂസ് ചെയ്തിട്ടില്ല. അത്രയും പുത്തൻ കണ്ടീഷനിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. നമുക്കിതാ ഈ ഭാഗത്തായിട്ടൊരു യൂട്ടിലിറ്റി ഏരിയ കാണാം. നമുക്ക് സാധാരണഗതിയിൽ ഒരു ഓപ്പൺ ടെറസ് വരുന്നതിന് പകരം കവർ ചെയ്ത് നമുക്ക് വാഷിംഗ് മെഷീനും സംഭവങ്ങളും എല്ലാം വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ടെറസിലേക്ക് എൻട്രി വരും.
മുൻവശത്തേക്ക് നമുക്ക് നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് അല്ലെങ്കിൽ ഒരു ഓപ്പൺ ടെറസ് എന്ന് തന്നെ പറയാം. ഇത്രയും ഗ്രാൻഡ് ആണ് കേട്ടോ. എങ്ങനെയാ വെച്ചാൽ നമ്മുടെ ആ ഒരു കാർ പോർച്ചിൻ്റെ മേളിലേക്കുള്ള സ്പേസ് ആണ്. ഇവിടെ നിന്നുള്ള വിഷ്വൽ ഇങ്ങനെയാണ് വരുന്നത്. എങ്ങനെയാ വെച്ചാൽ മെയിൻ റോഡ് പ്രോപ്പർട്ടിയാണ്. പക്ഷേ നമുക്ക് ഇത്രയും വസ്തു കിടപ്പുള്ളതുകൊണ്ട് തന്നെ വീട് ബാക്കിലേക്ക് വെച്ചതുകൊണ്ട് നമുക്ക് അതുവഴി വണ്ടികൾ പോകുന്നതിൻ്റെ ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒത്തിരിയധികം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നമുക്ക് ചുറ്റിലും ഒരു പച്ചപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അടിപൊളി ഒരു പ്രോപ്പർട്ടി. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പേരൂക്കട ജംഗ്ഷൻ തൊട്ടടുത്താണ്. വട്ടിയൂർക്കാവ് കയറണമെന്നുണ്ടെങ്കിൽ ഈസിലി കയറാം. അതുപോലെ കവടിയാർ ഏത് ഭാഗങ്ങളിലേക്കും സിറ്റിയുടെ ഏത് ഭാഗങ്ങളിലേക്കും ഈസി ആക്സസ് വരുന്ന രീതിയിൽ ബസ് റൂട്ട് ഫ്രണ്ടേജിലുള്ള പ്രോപ്പർട്ടി. ഇതിന് ഉദ്ദേശിക്കുന്ന വില മൊത്തത്തിൽ 3.25 കോടി രൂപയാണ്. എങ്ങനെ വെച്ചാൽ 15 സെൻറ്റിനടുത്ത് സ്ഥലം തന്നെയുണ്ട്. അതിനകത്ത് 3200 സ്ക്വയർ ഫീറ്റിൽ ഏറ്റവും പ്രീമിയം രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ്. നമുക്കിപ്പോൾ സാധാരണ ഒരു വീടിൻ്റെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് ഒന്നും ഇതിന് പറയാൻ പറ്റത്തില്ല. അത്രയും നന്നായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ വില വന്നിട്ട് നമുക്കൊരു സാധാരണ ഒരു വീടിൻ്റെ റേറ്റ് ചോദിച്ചിട്ടുള്ളൂ 3.25 കോടി രൂപ. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ്.